നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നമ്മുടെ LDFിൻ്റെ കൺവീനർ, നമ്മുടെ 3 ജയരാജാക്കന്മാരുള്ളതിൽ അവരിൽ നടുനായകത്വം വഹിക്കുന്ന, എന്തുകൊണ്ടും ആകാരഭംഗിയായാലും വാക്കുകളുടെ ഭംഗിയായാലും അങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന EP ജയരാജൻ്റെ BJP അനുകൂല പ്രതികരണങ്ങളിൽ ഇപ്പം പാർട്ടി വെട്ടിലായിരിക്കുകയാണ്. പാർട്ടി മാത്രമല്ല, മുന്നണിയും വെട്ടിലായിരിക്കുകയാണ്. അതായത് BJPയെ നേരിടാൻ കോൺഗ്രസിനും UDFിനും കഴിവില്ലെന്നാണ് പറയുന്നത്. വർഗീയതയ്ക്കെതിരെ വിട്ടുവീഴ്ചയില്ലാതെ പോരാടാൻ ഇടതുമുന്നണിക്ക് മാത്രമേ കഴിയൂ എന്നാണ് നമ്മുടെ സഖാവ് ജയരാജൻ പറയുന്നത്. 5 മണ്ഡലങ്ങളിലെ BJP സ്ഥാനാർത്ഥികൾ മികച്ചതാണെന്നും ഇടതുമുന്നണിയും BJPയും തമ്മിലാണ് മത്സരമെന്നുമുള്ള ആവർത്തിച്ചുള്ള പ്രതികരണങ്ങൾ യാദർച്ഛികമെന്ന് ചൂണ്ടിക്കാട്ടി പ്രതിരോധിക്കാൻ പോലും ആകാത്ത സ്ഥിതിയിലാണിപ്പോൾ CPM. തിരുവനന്തപുരത്തെ BJP സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖറുമായി EP ജയരാജൻ്റെ കുടുംബത്തിന് ബിസിനസ് ബന്ധമുണ്ട്. EP ജയരാജൻ്റെ ഭാര്യയ്ക്കും മകനും ഓഹരി പങ്കാളിത്തമുള്ള കണ്ണൂർ മൊറാഴ ഉപ്പിടാംകുന്നിലെ റിസോർട്ട് ഇപ്പോൾ ചന്ദ്രശേഖറിൻ്റെ കമ്പനിയാണ് ഏറ്റെടുത്ത് നടത്തുന്നത്. ഈ ബന്ധമാണ് BJP സ്ഥാനാർത്ഥികൾ മികച്ചവരാണെന്ന് കൂടെ പറയാൻ കാരണമെന്നാണ് UDFിൻ്റെ ആക്ഷേപം. ബിസിനസ് ബന്ധം യാഥാർത്ഥ്യമായതിനാൽ വാസ്തവ വിരുദ്ധമെന്ന് പറഞ്ഞ് പ്രതിരോധിക്കാൻ CPMനോ ഇടതുമുന്നണിക്കോ കഴിയില്ല. തെരഞ്ഞെടുപ്പ് കാലത്ത് പാർട്ടിയെയും മുന്നണിയെയും വെട്ടിലാക്കിയ EP ജയരാജൻ്റെ പ്രതികരണങ്ങളിൽ CPM നേതാക്കൾക്കും മുന്നണിയിലെ ഘടകകക്ഷികൾക്ക് കടുത്ത അതൃപ്തിയുണ്ട്. മുന്നണി കൺവീനറെ വിമർശിച്ചാൽ തെരഞ്ഞെടുപ്പ് കാലത്ത് വൻ വിവാദമായി മാറുമെന്നതിനാലാണ് നേതാക്കളെല്ലാം മൗനം പാലിക്കുന്നത്. അതൃപ്തി ഉള്ളതുകൊണ്ട് തന്നെ ജയരാജൻ്റെ പ്രതികരണങ്ങൾ ഏറ്റെടുക്കാനോ ഒപ്പം ചേർന്ന് പ്രതികരിക്കാനോ ഒരു നേതാവ് പോലും തയ്യാറാകാത്തത് അതുകൊണ്ടാണ്. ജയരാജൻ്റെ BJP അനുകൂല പ്രസ്താവനകളെ പ്രചരണ ആയുധമാക്കാനാണ് UDFിൻ്റെയും കോൺഗ്രസിൻ്റെയും തീരുമാനം. LDF കൺവീനർ കുറേ ദിവസങ്ങളായി BJPക്ക് വേണ്ടി സംസാരിക്കുന്നു. തങ്ങളുടെ സ്ഥാനാർത്ഥികൾ മികച്ചതാണെന്ന് BJP പോലും പറഞ്ഞിട്ടില്ല. പക്ഷേ EP ജയരാജൻ പറയുന്നു BJPയുടെ 5 സ്ഥാനാർത്ഥികൾ മികച്ചതാണെന്ന്. രാജീവ് ചന്ദ്രശേഖറുമായി ബിസിനസ് പങ്കാളിത്തമുള്ള EP ജയരാജൻ അദ്ദേഹത്തെ വിജയിപ്പിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ്. രാജീവ് ചന്ദ്രശേഖറിൻ്റെ കമ്പനിക്ക് കീഴിലുള്ള നിരാമയ റിട്രീറ്റ് EPക്കും കുടുംബത്തിനും നിക്ഷേപമുള്ള വൈദേകം റിസോർട്ട് ഏറ്റെടുത്തു. BJPക്ക് വേണ്ടിയാണ് EP ജയരാജൻ വോട്ട് പിടിക്കുന്നത്. മത്സര LDFും BJPയും തമ്മിലെന്ന് പറയുന്നതിൻ്റെ രാഷ്ട്രീയം എന്താണ്? തെരഞ്ഞെടുപ്പ് കാലത്ത് മുന്നണി കൺവീനർ പാർട്ടിക്കും LDFിനും പ്രതിസന്ധി ഉണ്ടാക്കുന്നത് ഇതാദ്യമല്ല. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും കൺവീനറുടെ പ്രതികരണം ഇടതുമുന്നണിയെ വെട്ടിലാക്കിയിരുന്നു. ഇന്നത്തെ പാലക്കാട് സ്ഥാനാർത്ഥിയും പോളിറ്റ് ബ്യൂറോ അംഗവുമായ വിജയരാഘവനാണ് അന്ന് മുന്നണിക്ക് പ്രതിസന്ധി ഉണ്ടാക്കിയത്. ആലത്തൂരിലെ UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിനെതിരെ വിജയരാഘവൻ നടത്തിയ അശ്ലീല ചുവയുള്ള പ്രതികരണമാണ് പ്രതിസന്ധി സൃഷ്ടിച്ചത്. രമ്യ ഹരിദാസ് ലീഗ് നേതാവ് PK കുഞ്ഞാലിക്കുട്ടിയെ സന്ദർശിച്ചതിനെ ബന്ധപ്പെടുത്തിക്കൊണ്ടായിരുന്നു പരാമർശം. ഇടതുകോട്ടയായ ആലത്തൂരിൽ രമ്യ ഹരിദാസ് വിജയിച്ചതായിരുന്നു ഫലം. സംസ്ഥാനത്തെ മറ്റു മണ്ഡലങ്ങളിലും വിജയരാഘവന്റെ പരാമർശം ചർച്ചയായി. സമാനമായ പ്രതിസന്ധിയാണ് EP ജയരാജന്റെ BJP അനുകൂല പ്രതികരണവും ഉണ്ടാക്കിയിരിക്കുന്നത്.